പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെ ദിവസഫലം. ആദ്യമായി അശ്വതി. പൊതുവെ ഉണ്ടായിരുന്ന സാമ്പത്തിക വിഷമതകൾ മാറിക്കിട്ടും. പലവിധ തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നു ചേരാൻ ഇടയുണ്ടെങ്കിലും അതൊക്കെ ഭാഗ്യം കൊണ്ട് മാറിപ്പോകുന്നതായിരിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന വിഷമതകൾക്ക് ശമനം ഉണ്ടാകും. സന്തോഷം ദൃശ്യമാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സഹോദര സ്ഥാനീയർക്ക് ശാരീരികമായ അസുഖങ്ങൾ അനുഭവത്തിൽ വരാം. ആഡംബര വസ്തുക്കൾക്കായി ധാരാളം പണം ചിലവഴിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർഷിക രംഗം, വ്യാപാര മേഖല എന്നിവയൊക്കെ വേണ്ട രീതിയിൽ ലാഭം നൽകി എന്ന് വരികയില്ല. ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നേക്കാം. സഹോദരർ മുഖേന മനക്ലേശം ഉണ്ടാകും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കൂട്ടുകെട്ടുകൾ മൂലം പല വിഷമതകളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് തടസ്സങ്ങളുണ്ടാകും. വൃഥാ ആരോപണങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ ഭിന്നതകൾക്ക് സാധ്യത. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരോടും നയപരമായി പെരുമാറണം. മനപ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ വന്നു ചേരാം. അവിചാരിതമായ തടസ്സങ്ങൾ അനുഭവത്തിൽ വരാം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അന്യരിൽ നിന്നും ആദരവ് നേടും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ വിജയിക്കും. അനുകൂലമായ സ്ഥലം മാറ്റം ഉണ്ടാകും. പല രീതിയിലും ഉയർച്ച വന്നു ചേരും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ദൃശ്യമാകും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വാക് സാമർഥ്യം പ്രകടമാകും. മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്ത ലഭിക്കും. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും. തൊഴിലിൽ പുരോഗതി വന്നു ചേരുന്നതായിരിക്കും. ജീവിത പങ്കാളിക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പൊതുവെ സന്തോഷവും സമാധാനപരവുമായ സമയമായിരിക്കും ഇന്നേ ദിവസം. കച്ചവടക്കാർക്ക് ദിവസം അനുകൂലമാണ്. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. അടുത്തത് മകം നക്ഷത്രമാണ്. വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കും. തൊഴിൽപരമായി കൂടുതൽ അനുകൂലമായ സമയം. പല വിധത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാം. അടുത്തത് പൂരം നക്ഷത്രമാണ്. കുടുംബാംഗങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ ഒരുമിക്കും. മാനസികമായ സംതൃപ്തി ലഭിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. മുൻകോപം മുഖേന പലരുടെയും വെറുപ്പ് സമ്പാദിക്കും. ഗൃഹാന്തരീക്ഷം അതൃപ്തമായിരിക്കും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും. ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അടുത്തത് അത്തം നക്ഷത്രമാണ്. മുൻകോപം നിയന്ത്രിക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കണം. വാഹന സംബന്ധമായ ചിലവുകൾ വർദ്ധിക്കും. സഹപ്രവർത്തകർ ചതിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പൊതുജനങ്ങളുമായി കലഹിക്കും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രതിയോഗികൾ വർദ്ധിക്കും. അധിക ചിലവുകൾ നിയന്ത്രിക്കുവാൻ കഠിനമായ പരിശ്രമം വേണ്ടിവരും. പല മേഖലകളിലും പ്രശ്നമുണ്ടാകും. കർമ്മമേഖലയിൽ അശ്രദ്ധ കാണിക്കാതെ ഇരിക്കുക. അടുത്തത് ചോതി നക്ഷത്രമാണ്. സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമായിരിക്കുകയില്ല. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മാനസിക സംഘർഷം വർദ്ധിക്കും. ജാമ്യം നിൽക്കരുത്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. കടബാധ്യതകൾ വർദ്ധിക്കും. ഔഷധ സേവയോ ആശുപത്രിവാസമോ വേണ്ടിവരും. സ്ത്രീകളുമായി കലഹം ഉണ്ടാകും. ധനമിടപാടുകളിൽ ജാഗ്രത പാലിക്കണം. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സുഹൃത്തുക്കളിൽ നിന്നും മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾക്കായി പണം ചിലവഴിക്കും. ജനപ്രീതിയും പ്രശംസയും നേടും. ദിനചര്യയിൽ പല മാറ്റവും ഉണ്ടാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. കാർഷിക ആദായം വർദ്ധിക്കും. എന്നിരുന്നാലും കച്ചവടത്തിൽ നിന്നും വേണ്ട വിധം നേട്ടം ഉണ്ടായേക്കില്ല. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പ്രയാസമെന്ന് തോന്നുന്നവ ലളിതമായി പരിഹരിക്കുവാൻ സാധിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. കലാപ്രവർത്തനങ്ങളോട് ആഭിമുഖ്യം കൂടും. സുഹൃത്ത് സഹായം കൊണ്ട് മനസ്സിന് ആശ്വാസമുണ്ടാകും. വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പ്രശംസ പിടിച്ചുപറ്റും. ഗുണകരമായ വിവാഹ ആലോചനകൾ വന്നു ചേരും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പുതിയ ഗൃഹത്തിലേക്ക് മാറി താമസിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ സമയം. വിദ്യാർത്ഥികൾക്ക് നൃത്ത സംഗീതാദി കലകളിൽ താല്പര്യം വർദ്ധിക്കും. ദൂരയാത്രകളിൽ നിന്നും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഇൻ്റർവ്യൂവിനുള്ള മുന്നറിയിപ്പുകളും മറ്റും വരും. സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾക്ക് പണം ചിലവഴിക്കും. സന്താനങ്ങൾ മുഖേന സന്തോഷമുണ്ടാകും. തൊഴിൽ ലബ്ധി സാധ്യമാകും.
അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. അസാധാരണമായ വാക്സാമർഥ്യം പ്രകടമാക്കും. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നിറവേറും. കഠിന പരിശ്രമത്തിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പ്രതിബന്ധങ്ങളെ അതിജീവിക്കും. ലക്ഷ്യങ്ങൾ നേടിയെടുക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. സാമ്പത്തികമായി നിലനിന്നിരുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ സാധിക്കും. പുതിയ ജീവിതമാർഗങ്ങൾ കണ്ടെത്തും. വസ്ത്രാഭരണാദികൾ സമ്മാനമായി ലഭിക്കും. ഭൂമിയുടെ ക്രയവിക്രയങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. അടുത്തത് ചതയം നക്ഷത്രമാണ്. എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങൾക്കും നീക്കുപോക്കുണ്ടാകും. കാര്യങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ മുൻപോട്ട് നീങ്ങും. ആത്മവിശ്വാസം വർദ്ധിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. ഏറെ നാളായി ശ്രമിക്കുന്ന സ്ഥലം മാറ്റത്തിന് ഉത്തരവ് ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ബന്ധുക്കൾ സഹായിക്കും. അംഗീകാരവും പ്രശസ്തിയും ഉണ്ടാകും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും. സാമൂഹിക സാഹിത്യ രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. വിദേശയാത്രയ്ക്കുള്ള അവസരമുണ്ടാകും. അടുത്തത് അവസാനമായി രേവതി നക്ഷത്രമാണ്. വിശേഷ വസ്ത്രാഭരണാദികൾ സമ്മാനമായി ലഭിക്കും. ധാരാളം ചെറുയാത്രകൾ ആവശ്യമായി വരും. ആഘോഷവേളകളിൽ പങ്കെടുക്കും. ചതിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. സ്വന്തം പ്രയത്നത്തിലൂടെ ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകും.